ക്യാൻവാസ് യൂസ് ചെയ്ത് എങ്ങനെ പെർഫെക്റ്റായി നെക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ക്യാൻവാസിൽ നമ്മുടെ വേണ്ട ഷേപ്പിൽ നെക്ക് വരച്ചെടുക്കുക. ഞാനിവിടെ എൻ്റെ ടോട്ടൽ നെക്ക് വിഡ്ത്ത് 6 ഇഞ്ചും ഇറക്കം 7 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ മുകളിലെ പോർഷൻ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കളയാതെ ഒരു 1/4 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് വേണം താഴേക്ക് നെക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യാൻ. ഇത് ക്യാൻവാസ് തുണിയിലേക്ക് പതിപ്പിക്കുമ്പോൾ നെക്ക് വിഡ്ത്ത് മാറിപ്പോകാതെ ഇരിക്കാനാണ്. കട്ട് ചെയ്ത ക്യാൻവാസ് ഒരു ക്ലോത്തിലേക്ക് പതിപ്പിക്കുമ്പോൾ ക്യാൻവാസിന്റെ മുകളിലെ പോർഷനും ക്ലോത്തിന്റെ മുകളിലെ പോർഷനും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് നന്നായി അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നെക്കിന്റെ ഷേപ്പിൽ ക്ലോത്തിന്റെ എക്സസ് ആയി നിൽക്കുന്ന ഭാഗം മുറിച്ചു മാറ്റി അത് ക്യാൻവാസിലേക്ക് മടക്കി തയ്ക്കണം. എന്നിട്ട് മെയിൻ ക്ലോത്തിന്റെ സെൻറ്ററും ക്യാൻവാസിന്റെ സെൻറ്ററും ഒരുമിച്ച് വെച്ച് പിൻ ചെയ്യണം. എല്ലാ ഭാഗത്തിലും പിൻ ചെയ്ത ശേഷം ക്യാൻവാസിൽ കയറാതെ എന്നാൽ ക്യാൻവാസിന്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് ചെയ്യുമ്പോൾ ചെറിയ സ്റ്റിച്ചിട്ട് മാക്സിമം പതിയെ ചെയ്താൽ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് 1/4 ഇഞ്ച് വിട്ട് നെക്കിന്റെ ഷേപ്പിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതിന് മുന്നേ മാർക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. തയ്യൽ തുമ്പ് 1/4 ഇഞ്ചിൽ കൂടുതലും ആവരുത്, കുറഞ്ഞും പോകരുത്. നേരത്തെ അടിച്ച സ്റ്റിച്ചിൽ കയറാതെ ചെറിയ നോച്ചിട്ടിട്ട് വേണം ക്യാൻവാസ് തിരിക്കാൻ. ക്യാൻവാസ് ഫുൾ തിരിക്കുന്നതിന് മുമ്പ് ക്യാൻവാസും 1/4 ഇഞ്ച് വിട്ട തയ്യൽ തുമ്പും ചേർത്ത് ഒന്ന് പതിപ്പിച്ചടിക്കണം. മെയിൻ ക്ലോത്തിൽ കയറാതെ വേണം അടിച്ചെടുക്കാൻ. ഇനി സിമ്പിളായി ക്യാൻവാസ് തിരിച്ചിടാം. എന്നിട്ട് നല്ലതുപോലെ അയൺ ചെയ്തെടുക്കാം. ക്യാൻവാസ് മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യാൻ 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ ഹെമ്മിങ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നോർമലായി മെഷീൻ വെച്ച് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ മെഷീൻ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയായിരുന്നു. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്.